ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് OA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ഇന്ന് നമ്മൾ സഹകരണവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സഹകരണ സംഘടന മാനേജ്മെന്റ് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു സഹകരണ സംഘടന മാനേജ്മെന്റ് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു സഹകരണ സംഘടന മാനേജ്മെന്റ്? ഓപ്ഷൻ എ സയന്റിഫിക് മാനേജ്മെന്റ്, ഓപ്ഷൻ ബി ജനാധിപത്യ തത്വങ്ങൾ, ഓപ്ഷൻ സി പരിധിയില്ലാത്ത ബാധ്യത, ഓപ്ഷൻ ഡി ലാഭം പരമാവധി ആക്കൽ. ഏതാണ് ഈ ഒരു സഹകരണ സംഘടന മാനേജ്മെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ഏതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ജനാധിപത്യ തത്വങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു സഹകരണ സംഘടനാ മാനേജ്മെന്റ് ജനാധിപത്യ തത്വങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നടപ്പിലാക്കിയ വർഷം. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നടപ്പിലാക്കിയ വർഷം. ഓപ്ഷൻ എ 1984, ഓപ്ഷൻ ബി 1940, ഓപ്ഷൻ സി 1912, ഓപ്ഷൻ ഡി 1932. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നടപ്പിലാക്കിയ വർഷം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 1984. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീണ അഭിവൃദ്ധി വളർത്തുന്നതിനായി രാജ്യത്തിന്റെ വികസന ബാങ്ക് എന്ന കാഴ്ചപ്പാടോടെ സ്ഥാപിച്ച ബാങ്ക്. ഗ്രാമീണ അഭിവൃദ്ധി വളർത്തുന്നതിനായി രാജ്യത്തിന്റെ വികസന ബാങ്ക് എന്ന കാഴ്ചപ്പാടോടെ സ്ഥാപിച്ച ബാങ്ക്. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി നബാർഡ്, ഓപ്ഷൻ സി നാഫെഡ്, ഓപ്ഷൻ ഡി NCCF. ഏതാണ് ശരി ഉത്തരം? ഗ്രാമീണ അഭിവൃദ്ധി വളർത്തുന്നതിനായി രാജ്യത്തിന്റെ വികസന ബാങ്ക് എന്ന കാഴ്ചപ്പാടോടെ സ്ഥാപിച്ച ബാങ്ക്. ഏതാണ് ശരി ഉത്തരം? നബാർഡ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, നബാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. അർബൻ സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത്. അർബൻ സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത്. ഓപ്ഷൻ എ നബാർഡ്, ഓപ്ഷൻ ബി സംസ്ഥാന സർക്കാർ, ഓപ്ഷൻ സി സഹകരണ രജിസ്ട്രാർ, ഓപ്ഷൻ ഡി RBI. അർബൻ സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് ആരാണ്? RBI ആണ് അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അർബൻ സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1906, ഓപ്ഷൻ ബി 1905, ഓപ്ഷൻ സി 1904, ഓപ്ഷൻ ഡി 1912. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമം നിലവിൽ വന്ന വർഷം 1904. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യത്തെ സഹകരണ ബാങ്കിംഗ് മേഖലയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് അപ്പെക്സ് സഹകരണ ബാങ്ക്. രാജ്യത്തെ സഹകരണ ബാങ്കിംഗ് മേഖലയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് അപ്പെക്സ് സഹകരണ ബാങ്ക്. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NCHF, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി KSCB. ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. രാജ്യത്തെ സഹകരണ ബാങ്കിംഗ് മേഖലയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് അപ്പെക്സ് സഹകരണ ബാങ്ക് ഏതാണ്? KSCB ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻട്രാ ആൻഡ് ഇന്റർസ്റ്റേറ്റ് കയറ്റുമതി വ്യാപാരം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ദേശീയ തലത്തിലുള്ള സഹകരണ സ്ഥാപനം. ഇൻട്രാ ആൻഡ് ഇന്റർസ്റ്റേറ്റ് കയറ്റുമതി വ്യാപാരം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ദേശീയ തലത്തിലുള്ള സഹകരണ സ്ഥാപനം. NCDC, ഓപ്ഷൻ ബി നാഫെഡ്, ഓപ്ഷൻ സി NCHF, ഓപ്ഷൻ ഡി NCCF. ഏതാണ് ശരി ഉത്തരം? ഇൻട്രാ ആൻഡ് ഇന്റർസ്റ്റേറ്റ് കയറ്റുമതി വ്യാപാരം
എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ദേശീയ തലത്തിലുള്ള സഹകരണ സ്ഥാപനം ഏതാണ്? നാഫെഡ് ആണ് കറക്റ്റ് ആൻസർ. നാഫെഡ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സഹകരണ ഭരണം ഡാഷ് സ്ഥാപിച്ച മാർഗനിർദ്ദേശ തത്വങ്ങളിൽ നിന്നാണ്. സഹകരണ ഭരണം ഡാഷ് സ്ഥാപിച്ച മാർഗനിർദ്ദേശ തത്വങ്ങളിൽ നിന്നാണ്. ഓപ്ഷൻ എ AIRCS, ഓപ്ഷൻ ബി UNICOP, ഓപ്ഷൻ സി ICA, ഓപ്ഷൻ ഡി ICM. സഹകരണ ഭരണം ഡാഷ് സ്ഥാപിച്ച മാർഗനിർദ്ദേശ തത്വങ്ങളിൽ നിന്നാണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ICA. അടുത്ത ക്വസ്റ്റ്യൻ. സംഘങ്ങളിൽ അക്കൗണ്ടുകളുടെ അന്തിമ പ്രസ്താവനകൾ തയ്യാറാക്കൽ സഹകരണ സംഘം തയ്യാറാക്കി സമർപ്പിച്ചതാണെങ്കിലും അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം ഡാഷിൽ നിക്ഷിപ്തമാണ്. സംഘങ്ങളിൽ അക്കൗണ്ടുകളുടെ അന്തിമ പ്രസ്താവന തയ്യാറാക്കൽ സഹകരണ സംഘം തയ്യാറാക്കി സമർപ്പിച്ചതാണെങ്കിലും അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം ഡാഷിൽ നിക്ഷിപ്തമാണ്. ഓപ്ഷൻ എ CEO, ഓപ്ഷൻ ബി പ്രസിഡന്റ്, ഓപ്ഷൻ സി സഹകരണ ഓഡിറ്റർ, ഓപ്ഷൻ ഡി ബോർഡ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സഹകരണ ഓഡിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ പലിശ നിരക്ക് നിശ്ചയിക്കും. ഡാഷ് സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ പലിശ നിരക്ക് നിശ്ചയിക്കും. ആരാണ് സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ പലിശ നിരക്കൊക്കെ നിശ്ചയിക്കുന്നത്? ബോർഡ് ആണോ, അതോ പ്രസിഡന്റ് ആണോ, അതോ ജനറൽ ബോഡി ആണോ, അതോ രജിസ്ട്രാർ ആണോ? ആരാണ് സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്? രജിസ്ട്രാർ ആണല്ലേ. രജിസ്ട്രാർ ആണ് സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് സംസ്ഥാനത്തെ സഹകരണ വിദ്യാഭ്യാസത്തിലും സഹകരണ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡാഷ് സംസ്ഥാനത്തെ സഹകരണ വിദ്യാഭ്യാസത്തിലും സഹകരണ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. NCDC, സംസ്ഥാന സഹകരണ യൂണിയൻ, SCB, സഹകരണ തിരഞ്ഞെടുപ്പ് ബോർഡ്. ഏതാണ് ശരി ഉത്തരം? സംസ്ഥാനത്തെ സഹകരണ വിദ്യാഭ്യാസത്തിലും സഹകരണ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആരാണ്? സംസ്ഥാന സഹകരണ യൂണിയൻ. സംസ്ഥാന സഹകരണ യൂണിയൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് റെഗുലേറ്ററി ബാങ്കിംഗ് അധികാരികൾ ഉപയോഗിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒരു അന്താരാഷ്ട്ര റേറ്റിംഗ് സംവിധാനമാണ്. റെഗുലേറ്ററി ബാങ്കിംഗ് അധികാരികൾ ഉപയോഗിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒരു അന്താരാഷ്ട്ര റേറ്റിംഗ് സംവിധാനമാണ് ഡാഷ്. ഏത്? ഓപ്ഷൻ എ LAMPS, ഓപ്ഷൻ ബി ICA, ഓപ്ഷൻ സി CAMEL, ഓപ്ഷൻ ഡി IAC. ഏതാണ് ശരി ഉത്തരം? റെഗുലേറ്ററി ബാങ്കിംഗ് അധികാരികൾ ഉപയോഗിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒരു അന്താരാഷ്ട്ര റേറ്റിംഗ് സംവിധാനമാണ് CAMEL. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഡാഷ് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓപ്ഷൻ എ റെപ്കോ, ഓപ്ഷൻ ബി ഇഫ്കോ, ഓപ്ഷൻ സി IPCOAS, ഓപ്ഷൻ ഡി മാർക്കറ്റ് ഫെഡ്. ഏതാണ് ഒരു മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി? ഏതാണ്? ഇഫ്കോ ആണല്ലേ. ഇഫ്കോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് സഹകരണ തത്വങ്ങളിൽ കീഴിൽ വരാത്തത്? അപ്പോൾ താഴെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സഹകരണ തത്വങ്ങളിൽ കീഴിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിദ്യാഭ്യാസം, പരിശീലനം, വിവരങ്ങള്, ഓപ്ഷൻ ബി സ്വേച്ഛാധിപത്യ നിയന്ത്രണം, ഓപ്ഷൻ സി ഓപ്പൺ ആൻഡ് വോളണ്ടറി അംഗത്വം, ഓപ്ഷൻ ഡി അംഗത്തിന്റെ സാമ്പത്തിക പങ്കാളിത്തം. ഏതാണ് സഹകരണ തത്വത്തിന്റെ കീഴിൽ വരാത്തത്? സ്വേച്ഛാധിപത്യ നിയന്ത്രണം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് അതിന്റെ അധികാരം ലഭിക്കുന്നത് ഡാഷിൽ നിന്നാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡിന് അതിന്റെ അധികാരം ലഭിക്കുന്നത് ഡാഷിൽ നിന്നാണ്. സെൻട്രൽ സൊസൈറ്റി, ജനറൽ ബോഡി, രജിസ്ട്രാർ, പ്രസിഡന്റ്. ആരിൽ നിന്നാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡിന് അതിന്റെ അധികാരം ലഭിക്കുന്നത്? ജനറൽ ബോഡിയിൽ നിന്നാണ് അല്ലെ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് അതിന്റെ അധികാരം ലഭിക്കുന്നത് ജനറൽ ബോഡിയിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ.
ഡാഷ് ഒരു സഹകരണ സൊസൈറ്റിയുടെ അംഗങ്ങൾക്കും മാനേജ്മെന്റിനും വിവരവും നേതൃത്വവും നൽകുന്നു. ഡാഷ് ഒരു സഹകരണ സൊസൈറ്റിയുടെ അംഗങ്ങൾക്കും മാനേജ്മെന്റിനും വിവരവും നേതൃത്വവും നൽകുന്നു. പ്രസിഡന്റ്, സിഇഒ, ബോർഡ്, രജിസ്ട്രാർ. ഏതാണ് ശരി ഉത്തരം? ബോർഡ് ആണല്ലേ. ബോർഡ് ഒരു സഹകരണ സൊസൈറ്റിയുടെ അംഗങ്ങൾക്കും മാനേജ്മെന്റിനും വിവരവും നേതൃത്വവും നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരവാദിത്വം, സുതാര്യത, ഡാഷ്, പങ്കാളിത്തം എന്നിവയാണ് ഒരു സഹകരണ സൊസൈറ്റിയിലെ ഭരണത്തിന്റെ 4 പ്രധാന ഘടകങ്ങള്. ഉത്തരവാദിത്വം, സുതാര്യത, ഡാഷ്, പങ്കാളിത്തം എന്നിവയാണ് ഒരു സഹകരണ സൊസൈറ്റിയിലെ ഭരണത്തിന്റെ 4 പ്രധാന ഘടകങ്ങള്. ഓപ്ഷൻ എ കുത്തകയെ പ്രോത്സാഹിപ്പിക്കുന്നു, ഓപ്ഷൻ ബി പങ്കാളിത്തം, ഓപ്ഷൻ സി ലാഭക്ഷമത, ഓപ്ഷൻ ഡി പ്രവചനാത്മകത. ഏതാണ് ശരി ഉത്തരം? പ്രവചനാത്മകതയാണ് അല്ലെ. ഉത്തരവാദിത്വം, സുതാര്യത, പ്രവചനാത്മകത, പങ്കാളിത്തം എന്നിവയാണ് ഒരു സഹകരണ സൊസൈറ്റിയിലെ ഭരണത്തിന്റെ 4 പ്രധാന ഘടകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രാഥമിക സഹകരണ ഉപഭോക്തൃ സ്റ്റോറിന്റെ ലാഭത്തിന്റെ ഡാഷ് ശതമാനം സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ടിലേക്ക് നീക്കിവയ്ക്കാം. ഒരു പ്രാഥമിക സഹകരണ ഉപഭോക്തൃ സ്റ്റോറിന്റെ ലാഭത്തിന്റെ ഡാഷ് ശതമാനം സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ടിലേക്ക് നീക്കിവയ്ക്കാം. 8%, 10%, 15%, 5%. എത്ര ശതമാനമാണ് ശരി ഉത്തരം? 15% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ടിലേക്ക് നീക്കിവയ്ക്കാം. ഒരു പ്രാഥമിക സഹകരണ ഉപഭോക്തൃ സ്റ്റോറിന്റെ ലാഭത്തിന്റെ 15% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ടിലേക്ക് നീക്കിവയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.